ഫ്രം ദ ഡേ വൺ ഇതുവരെ വോട്ടെടുപ്പ് കഴിയുന്ന അവസാനം വരെ നമ്മുടെ വാർത്തകളുടെ ഒരു 65% കൊണ്ടുപോയി തിരുവനന്തപുരം. അതെ, സ്വാഭാവികമായും തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ഓരോ ചെറിയ വിഷയത്തിനും വാർത്താ പ്രാധാന്യം അധികമായി ലഭിക്കുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ എല്ലാം അവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഫ്രം ദ ഡേ വൺ അല്ലെങ്കിൽ അതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് BJP-യിൽ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടുത്തെ ആ കൗൺസിലറായിരുന്ന സഹോദരൻ്റെ ആത്മഹത്യ, തിരുമല അനിലിൻ്റെ ആത്മഹത്യ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള RSS പ്രവർത്തകൻ്റെ ആത്മഹത്യ, ആനന്ദിൻ്റെ ആത്മഹത്യ, പിന്നീട് വന്നിട്ടുള്ള K ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം. അതായത് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥികളാണ്. ശബരിനാഥനിലൂടെയാണ് അത് വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് വന്നത്. പിന്നീടാണ് ആ ഫൈറ്റ് ടൈറ്റായി വന്നത്. മറ്റ് മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കുന്നതിലൂടെ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായി. CPIM-നെ സംബന്ധിച്ചും അവർ വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് മുഖങ്ങളെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു. പിന്നീട് വന്നിട്ടുള്ളത് വൈഷ്ണയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ, പിന്നെ ശ്രീലേഖയുടെ IPS എന്ന പോസ്റ്ററിൽ അടിച്ചു വെച്ചത് അത് മാറ്റാനായിട്ടുള്ള ഉത്തരവ് വന്നത്, ഇപ്പോൾ ഈ ഇന്നത്തെ വിവാദം, ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അടക്കം, ഈ സംഘർഷങ്ങളടക്കം, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ഷൻ വോട്ടെണ്ണൽ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി പോകുന്നത് തിരുവനന്തപുരമായിരിക്കും. അത് തിരുവനന്തപുരത്തിന് ഇത്തവണ ഈ 3 മുന്നണികളും നൽകുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തിൻ്റെ കൂടെ പശ്ചാത്തലമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവിൽ പറയാറുണ്ടല്ലോ, തിരുവനന്തപുരം പിടിക്കുന്നവർ സംസ്ഥാനം പിടിക്കും എന്നുള്ള ഒരു വിശ്വസിക്കുന്നോ അവിശ്വാസിയാകുന്നോ, അതങ്ങനെ ഒരു വിശ്വാസം പൊതുവിൽ രാഷ്ട്രീയക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട്. പണ്ട് 13-ാം നമ്പർ വീടും കാറും ആരും എടുക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു വിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫൈറ്റ് ചെയ്യുക, പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത് 3 മുന്നണികളെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇലക്ഷൻ അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.